നമസ്കാരം പിള്ളേരെ. അപ്പോൾ പൈത്തന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് പഠിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. രണ്ട് തരത്തിൽ ഫംഗ്ഷൻസ് ഉണ്ട്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഏതൊക്കെ തരത്തിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, അതിൽ ഓരോ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിന്റെ ഹെഡർ ഫയൽ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷനിൽ കണ്ടത്. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫംഗ്ഷൻ ആണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻസിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? എന്തിനാ നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കണം? ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് എന്തിനാ ഉപയോഗിക്കണേ? ചില പ്രോഗ്രാമുകളിൽ എന്താണ് പ്രത്യേകത? ചില ഗ്രൂപ്പ് ഓഫ് ലൈൻ, അതായത് സിമിലർ ലൈൻസ് തന്നെ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോ അത്രയും കാര്യങ്ങൾ വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണ്ടിയിട്ട് ഉപയോഗിക്കുക? ഈ ഗ്രൂപ്പ് ഓഫ് കോഡിനെ നമ്മളൊരു പേരിൽ ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ്. അത് ആവശ്യത്തിന് നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഫംഗ്ഷൻസ് ഉപയോഗിക്കണം. അതിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്താണ്? കമ്പൈലർ തന്നെ, പൈത്തൺ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? ഈ നമ്മൾ ലെങ്ത് കാണാൻ അല്ലെങ്കിൽ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ഒക്കെ പോലെ നമുക്ക് ബിൽറ്റ് ഇൻ ആയിട്ട് കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. ഇനി അതല്ലാതെ നമുക്ക് പഠിക്കാനുള്ളതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്താ? ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ നമുക്ക് പൈത്തൺ തന്നെ കുറച്ച് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ യൂസർ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റാവുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എങ്ങനെയാണ്, എന്താണെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഞാൻ നമ്മുടെ പൈച്ചാമിലേക്ക് വരാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെ ചെയ്യുക? ഒരു ഗ്രൂപ്പ് ഓഫ് കോഡ് നമ്മൾ ഇവിടെ ഇത്രയും ടൈപ്പ് ചെയ്യും അല്ലെ? ഇവിടെ നിന്ന് ഇവിടെ വരെ അല്ലെങ്കിൽ എത്ര ലൈൻ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് നേരെ റൺ ചെയ്യും. ഇനി അതേ കോഡ് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് കോഡിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു 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 ചെറിയൊരു ബ്ലോക്ക് ഓഫ് കോഡാക്കി മാറ്റും. എന്നിട്ട് അതിനൊരു പേര് കൊടുക്കും. അതിനാണ് ഫംഗ്ഷൻ എന്ന് പറയാ. അപ്പൊ അത് ചെയ്യേണ്ട കാര്യം എപ്പോഴും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ സാധാരണ മെയിൻ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നിങ്ങളിപ്പോ C++ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് അറിയാം. എന്നാലും ഞാൻ ഒന്നും കൂടി പറയാണ്. ആദ്യം നമ്മൾ ഫംഗ്ഷൻ ബ്ലോക്ക് ആണ് എഴുതേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? മെയിൻ ബ്ലോക്ക് നമ്മൾ എഴുതേണ്ടത്. അപ്പോ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഒരു ഫംഗ്ഷൻ ബ്ലോക്ക് എന്താന്നുള്ളത് എഴുതാം. അതിനുശേഷം നമുക്ക് മെയിൻ ബ്ലോക്ക് എന്താന്നുള്ളത് എഴുതാം. ആദ്യം ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു മെയിൻ ബ്ലോക്ക് ആദ്യം എക്സാമ്പിൾ ആയിട്ട് എഴുതാണ് കേട്ടോ, ഫംഗ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി. നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. എ ഉണ്ട്, അതോടൊപ്പം തന്നെ ബി ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് രണ്ടിന്റെയും വാല്യൂ യൂസറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് സിമ്പിൾ ആയിട്ട് സി എന്ന് പറഞ്ഞൊരു വാല്യൂയിലേക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം ഫംഗ്ഷൻ ഉപയോഗിച്ച്. ഏറ്റവും ചെറിയ പ്രോഗ്രാമാണ് അല്ലെ? അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോ ഞാൻ ഫോർമൽ ആയിട്ട് തന്നെ ചെയ്യാം. ആദ്യം ഫംഗ്ഷൻ ബ്ലോക്ക് എഴുതാം, അതിനുശേഷം മെയിൻ പ്രോഗ്രാം. നിങ്ങളെ കൺഫ്യൂഷൻ ആകുന്നില്ല. അപ്പൊ ഫംഗ്ഷൻ ബ്ലോക്ക് എന്താ? എപ്പോഴും ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം DEF, ഈ കീ നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. DEF എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. DEF സ്പേസ് നമുക്കിപ്പോ ഇതിപ്പോ ഒരു ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണ് അല്ലെ? ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ചു. ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടുക. അതിനുശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു കോളൻ. എന്തൊക്കെയാ ചെയ്യേണ്ടത്? DEF എന്ന് പറഞ്ഞ ഒരു കീവേഡ് ഫംഗ്ഷൻ ആണെന്ന് അറിയിക്കാൻ, ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് DEF എന്ന് പറഞ്ഞൊരു കീവേഡ്, അതോടൊപ്പം തന്നെ ഫംഗ്ഷന്റെ പേര് എന്താന്നുള്ളത് ഇടാ, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടാ. അതിനുശേഷം എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ലാബ് എക്സാമിന്. എന്താണ്? ഈ കോളൻ ഇടാൻ മറന്നു പോകും. ഈ കോളൻ എന്തായാലും ഇടാം. അതിനുശേഷം ഒരു എൻ്റർ അടിക്കാം. അപ്പൊ എൻ്റർ അടിച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഈ കേഴ്സർ നിന്നത് ഒരു ടാബ് സ്പേസ് നീങ്ങിയിട്ടാണ്. ഇവിടെ മുതല് ഇവിടെ വരെ ഒരു ടാബ് സ്പേസ് നീങ്ങിയിട്ടാണ് ഇവിടെ ഈ ഒരു ഇത് നിന്നത്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നേരത്തെ നമ്മൾ ലൂപ്പും അതേപോലെ ഇതൊക്കെ പഠിച്ചപ്പോ നമ്മൾ പഠിച്ചു എപ്പോഴും സിയിലോ C++ലോ ജാവയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ കേളി ബ്രേസസ് എന്ന് പറഞ്ഞൊരു സംഭവം പൈത്തൺ ഇല്ല. പൈത്തൺ എന്താ? പൈത്തൺ എപ്പോഴും ഈ ടാബ് സ്പേസ് വെച്ചിട്ടാണ് നോക്കുക. അപ്പൊ ഈ ടാബ് സ്പേസിൽ എഴുതുന്നത് എല്ലാം എന്തിന് ഡെഫിനേഷൻ ആയിരിക്കും? ഈ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ആയിരിക്കും. ഇനി ടാബ് സ്പേസ് കളഞ്ഞിട്ട് ഇവിടെ മുതൽ എഴുതി തുടങ്ങിയ അതിന്റെ അർത്ഥം എന്താണ്? ആ
ഫംഗ്ഷന്റെ ഡെഫിനേഷൻ കഴിഞ്ഞു. അത് വേറെ പുതിയൊരു ലൈൻ ഓഫ് കോഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ടാബ് സ്പേസിലെ ഇപ്പൊ സപ്പോസ് എന്താണ്, ഇപ്പൊ ഒരു എ പ്ലസ് ബി ആണ്, ഒരു എ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാലേക്കാണ് വാല്യൂ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി ഈക്വൽ ടു സി എന്ന് പറഞ്ഞ വേരിയബിൾ ഈക്വൽ ടു നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട്, പിന്നെ ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് എന്താ ഉപയോഗിക്കുക, ഇന്റെ ബ്രാക്കറ്റില് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഇൻപുട്ട്, അതിനുശേഷം നമ്മൾ സോറി നമ്മൾ ഇവിടെ സി വാങ്ങലല്ലോ ചെയ്യുന്നത് അല്ലെ, ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കല്ലേ ചെയ്യണേ, സോറി കേട്ടോ. സി ഈക്വൽ ടു സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, എ പ്ലസ് ബി, സി ഈക്വൽ ടു എ പ്ലസ് ബി. അത് ബി അവിടെ വരാത്തത് കൊണ്ട് നമ്മൾ അവിടെ മുമ്പ് അവിടെ ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ടാണ് ബി അവിടെ വരാത്തത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സി ഈക്വൽ ടു എ പ്ലസ് ബി. ഏറ്റവും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആണോ ഇവിടെ കേസ് ഇവിടേക്ക് വന്നു, ഇവിടേക്ക് അടിച്ചു കഴിയുന്നതിന്റെ അർത്ഥം എന്താണ്, ഈ ഒരു ഫംഗ്ഷന്റെ അവസാനം നമ്മൾ പക്ഷെ ഫംഗ്ഷൻ അവസാനിച്ചിട്ടില്ല, നമുക്ക് റിട്ടേൺ ചെയ്യണം ഈ വാല്യൂ. അപ്പൊ നമ്മൾ ടാബ് സ്പേസ് അടിക്കുക. അപ്പൊ എന്തായി, ഇതിന്റെ അടിയിൽ തന്നെ സി ഈക്വൽ ടു എ പ്ലസ് ബി റിട്ടേൺ സി കൊടുക്കും. ഓക്കെ, പിന്നെ അർത്ഥം എന്തായി, ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു ഏരോ മാർക്ക് ആയിട്ട് കാണാൻ പറ്റും, കണ്ടോ. അതിന്റെ അർത്ഥം എന്താ, ഇത് മുഴുവൻ ഈ ഒരു ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ആണ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഏരോ മാർക്ക് വന്നു നിൽക്കുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ അഡീഷൻ മാത്രമല്ല, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വേണമെന്ന് വിചാരിക്കാം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ഡെഫ് മൾട്ടിപ്ലിക്കേഷൻ MUL സ്പേസ് ഇടുക, ആഡ് അല്ല മള്ള് നമ്മൾ ഓൾറെഡി ഇട്ടു, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടുക, അതിനുശേഷം കോളൻ ഇടുക. ഓക്കെ, എന്റർ അടിക്കുക. ഇതിൽ ഇതേപോലെ എന്താ ചെയ്യേണ്ടത്, സി ഈക്വൽസ് എ ഇൻറ്റു ബി. ബി അവിടെ വരുന്നത്, ബി അവിടെ അടിയിൽ ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ടാണ്, എ ഈക്വൽ ടു ബി. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയും ഇതേപോലെ തന്നെ റിട്ടേൺ സി നമ്മൾ റിട്ടേൺ ചെയ്തു. നമ്മൾ രണ്ട് ഫംഗ്ഷൻ നമ്മളവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് എന്ന് പറഞ്ഞിട്ട് ചെയ്തു, അടുത്തത് നമ്മൾ മൾട്ടിപ്ലിക്കേഷന് മൾ എന്ന് പറഞ്ഞിട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മെയിൻ പ്രോഗ്രാം എഴുതാൻ പോവാം. മെയിൻ പ്രോഗ്രാമിൽ എന്താ നമുക്ക് എഴുതേണ്ടത്, എ ഈക്വൽസ്, നമ്മൾ എ എന്ന് പറഞ്ഞ വാല്യൂവിലേക്ക് യൂസറിനെ നമ്മൾ വാങ്ങാൻ പോവാണ്. എ ഈക്വൽസ് ഇൻ, നമ്മൾ ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്, ഇൻപുട്ട്. ഇൻപുട്ടിൽ നമ്മൾ എന്താ എന്തെങ്കിലും സാമ്പിൾ ആയിട്ട് എന്റർ ഫസ്റ്റ് നമ്പർ ഓക്കെ, എയിലേക്ക് ഫസ്റ്റ് നമ്പർ വന്നു. ബി ഈക്വൽസ് ഇതേപോലെ തന്നെ കൺവേർട്ട് ചെയ്ത് ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങിയാൽ മതി. ഇൻറ്റീജർ അല്ലെങ്കിൽ എന്താണ് നമ്മൾ സ്ട്രിംഗ് ആയിട്ട് വാങ്ങുക, അപ്പൊ കറക്റ്റ് റിസൾട്ട് നമുക്ക് അവിടെ കിട്ടില്ല. ഓക്കെ, എന്റർ സെക്കൻഡ് നമ്പർ. ഓക്കെ, അതിനുശേഷം വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് പ്രിന്റ് ചെയ്ത റിസൾട്ട് കിട്ടണ്ടേ. പ്രിന്റ് എന്താ ഫംഗ്ഷന്റെ പേര്, ആദ്യത്തെ ഫംഗ്ഷന്റെ പേര് എന്താ, ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ച് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഒപ്പം നമ്മൾ എന്ത് വാല്യൂ, രണ്ട് വാല്യൂ പാസ് ചെയ്യുക, എ കോമ ബി. രണ്ട് വാല്യൂയാണ് നമ്മുടെ കയ്യിലുള്ളത്, എ കോമ ബി എന്നുള്ളത് നമ്മളിവിടെ പാസ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം അതേപോലെ തന്നെ ആഡ് മാത്രമല്ല മൾട്ടിപ്ലിക്കേഷൻ വേണം വേണ്ടേ, പ്രിന്റ് മൾട്ടിപ്ലിക്കേഷൻ, അതിലും എന്തെന്നെയാണ് പാസ് ചെയ്യുന്നത്, എ കോമ ബി. ഈ പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ യൂസറിന്റെ കയ്യിൽ നിന്ന് എ എന്ന് പറഞ്ഞൊരു വാല്യൂവിലേക്ക് വാങ്ങിയിട്ടുണ്ട്, ഫസ്റ്റത്തെ നമ്പർ വാങ്ങിയിട്ടുണ്ട്, ബിയിലേക്ക് സെക്കൻഡ് നമ്പർ വാങ്ങിയിട്ടുണ്ട്. ഫംഗ്ഷനിലേക്ക് ഈ വാല്യൂ എത്തിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എ എന്ന് പറഞ്ഞിട്ട് ബി എന്ന് പറഞ്ഞിട്ട് പാരാമീറ്റർ പാസ് ചെയ്യണേ. ഒപ്പം എന്തും കൂടി ചെയ്യണം, ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ വെറുതെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് വെറുതെ സിമ്പിൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാണ് ചെയ്തത്. ഇതിനൊപ്പം തന്നെ നമ്മൾ ഏത് വാല്യൂ ആണ് റീഡ് ചെയ്യണേ എന്നുള്ളത് ഇവിടെ എന്ത് പറഞ്ഞു കൊടുക്കണം, എ കോമ ബി, ആഡ് എ കോമ ബി മൾട്ടിപ്ലിക്കേഷൻ എ കോമ ബി. ഇത് ഏറ്റവും ചെറിയൊരു പ്രോഗ്രാം ആട്ടോ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി, അതായത് അതിന്റെ ഒരു എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതെന്താണ് ഈ ഫംഗ്ഷൻ ഇപ്പൊ എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഓക്കെ. ഇവിടെ ഞാനിപ്പോ ബാക്ക് സ്പേസ് വെച്ച് കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇല്ലേ. ആ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എവിടെ വരെയുന്നുണ്ട്, ഈ ടാബ് സ്പേസ് എവിടെയാണോ അവസാനിക്കണേ അവിടെ വരെ ആയിരിക്കും.
അടുത്തത് ടാബ് സ്പേസ് ഇവിടുന്ന് നീങ്ങിയിട്ടാണ്. അപ്പൊ എന്താ ഈ ഫംഗ്ഷൻ അവസാനിച്ചു. ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് കണ്ടതുകൊണ്ട് പുതിയൊരു ഫംഗ്ഷൻ ആണ് കമ്പൈലർക്ക് മനസ്സിലാവും. അതിന് ടാബ് സ്പേസ് എവിടെ നിന്നിട്ട് എവിടെ വരെയുണ്ട്, ഇവിടെ വരെയുണ്ട് അല്ലെ. അപ്പൊ അടുത്തത് എ എന്ന് പറഞ്ഞൊരു വാല്യൂ തുടങ്ങിയിട്ടുള്ളത് എവിടെ മുതലാണ്, ഇവിടെ ഫസ്റ്റത്തെ പോയിന്റ് മുതലാണ്. അപ്പൊ ഈ ഡെഫിന്റെ ഫംഗ്ഷൻ എവിടെ അവസാനിച്ചു, ഇവിടെ നമ്മൾ അവസാനിച്ചു. അങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. അതായത് ഒരു ടാബ് സ്കെയിൽ ബ്രേസ് എന്നതിന് പകരം ഒരു ടേബിൾ സ്പേസിനുള്ളിലാണ് നമ്മൾ ഇതെല്ലാം എഴുതേണ്ടത്. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്തു, എ എന്ന് പറഞ്ഞതിലേക്ക് യൂസർ എന്നൊരു വാല്യൂ വാങ്ങി, ബി എന്ന് പറഞ്ഞതിലേക്ക് യൂസർ എന്നൊരു വാല്യൂ വാങ്ങി. അതിനുശേഷം നമ്മൾ ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തു. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിനൊപ്പം തന്നെ എ എന്ന് പറഞ്ഞിട്ട് ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വാല്യൂ നമ്മൾ പാസ് ചെയ്യാം, പാരാമീറ്റർ പാസ് ചെയ്യുന്നതും അത് അതേ പാരാമീറ്റർ തന്നെ നമ്മൾ ഇവിടെ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് റിസീവ് ചെയ്തു, മൾട്ടിപ്ലിക്കേഷനിൽ റിസീവ് ചെയ്തു. ഇനി എന്താണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനിയിപ്പോ ഇവിടെ ഈ വരകളൊക്കെ വന്നെടുക്കുന്നത് ഈ സ്പേസ് ഇല്ലാത്തതിന്റെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇതെല്ലാം ഒറ്റയടിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ വരകൾ ഇപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, റെഡ് ലൈൻ വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് എറർ ഉള്ളൂ. ഈ വൈറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എറർ അല്ല. അതിനെന്താ വാക്ക് പറയാന്നുള്ളത് ഞാൻ വിട്ടുപോയി. നോട്ടിഫിക്കേഷൻ അല്ല, പെട്ടെന്ന് അത് തെറ്റല്ല, സ്പേസുകളിലൊക്കെ കുറവാണ്. അപ്പൊ അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു ബൾബ് കത്തണ പോലെ ഒരു പടം ഇവിടെ വരും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുത്തെ റീഫോർമാറ്റ് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. അപ്പൊ എല്ലാം മാറി കിട്ടി കണ്ടോ, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം കേട്ടോ. റൺ ചെയ്തു, കമ്പൈലർ ചോദിച്ചു, എന്റർ ഫസ്റ്റ് നമ്പർ ചോദിച്ചു, നമ്മൾ 10 കൊടുത്തു, എന്റർ അടിച്ചു. സെക്കൻഡ് നമ്പർ ചോദിച്ചു, 20 കൊടുത്തു, നേരെ എന്റർ കൊടുക്കാണ്. എന്റർ കൊടുത്തപ്പോ ആദ്യം ഏത് ഫംഗ്ഷനാണ് വർക്ക് ചെയ്യണേ, ആദ്യം പ്രിന്റ് ആഡ് എ കോമ ബി. എ എത്രയായിരുന്നു 10, ബി എത്രയായിരുന്നു 20. 10ഉം 20ഉം കൂടിയിട്ട് ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കൊടുത്തത്. അപ്പൊ എന്തുണ്ടായി, പ്രിന്റ് എ കോമ ബി എന്ന് പറയുമ്പോൾ നേരെ കമ്പൈലർ എവിടേക്ക് പോകും, ഈ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എവിടെയാണോ കിടക്കണേ അത് തപ്പി നേരെ ഏറ്റവും മുകളിൽ പോകും. അപ്പൊ നേരെ ഇവിടെ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കാണും. എ കോമ ബി ഈ 2 വേരിയബിൾ ആണ് നമ്മൾ യൂസറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. നേരെ അതിനെന്താണ് ഫംഗ്ഷൻ സി ഈക്വൽ ടു എ പ്ലസ് ബി. ഇവിടെ റിട്ടേൺ സി, ഈ റിട്ടേൺ സി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ ഈ ഫംഗ്ഷനിലേക്ക് റിസൾട്ട് എത്തില്ല. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫംഗ്ഷനിൽ നിന്നുള്ളത് റിട്ടേൺ കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതിപ്പോ റിട്ടേൺ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ ഫംഗ്ഷനിൽ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയത്. ഈ രണ്ടാമത്തെ നമ്മൾ എന്താണ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ വേണ്ടിയുള്ള മൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അപ്പൊ ഈ ഫംഗ്ഷന്റെ പേര് കാണുമ്പോൾ കമ്പൈലർ എന്ത് നോക്കും, നേരെ മൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എവിടെ ഡിഫൈൻ ചെയ്ത് നോക്കും. എ കോമ ബി ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. സി ഈക്വൽ ടു എ ഇൻറ്റു ബി, അത് 2 മൾട്ടിപ്ലൈ ചെയ്തു, 10 × 20. അതിന്റെ റിസൾട്ട് എന്താ, 200 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ഇനിയിപ്പോ ഞാനിപ്പോ എന്തിനാ എയും ബിയും കൊടുത്തതെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഞാനിപ്പോ ഒരു ഫംഗ്ഷൻ കൂടി യൂസറിന്റെ കയ്യിൽ നിന്ന് വാങ്ങാണ്. സി നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്. ABCD D ഈക്വൽ ടു ഇന്റെ ഇൻപുട്ട് എന്റർ തേർഡ് നമ്പർ. നമ്മളിവിടെ ഇത് വാങ്ങി, ഈ റിസൾട്ട് വാങ്ങി. നമ്മളിപ്പോ ഒന്നും കൂടെ റൺ ചെയ്യാനുണ്ടോ. ഫസ്റ്റ് നമ്പർ കൊടുത്തു 10, സെക്കൻഡ് നമ്പർ കൊടുത്തു 20, തേർഡ് നമ്പർ നമ്മൾ വാങ്ങുന്നുണ്ട് 30 എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യം എന്താ, ഡി എന്ന് പറഞ്ഞൊരു വാല്യൂ അല്ല നമുക്ക് ചെയ്യേണ്ടത്, എയും ബിയും തമ്മിലാണ് നമുക്ക് ഈ അഡീഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷനിലും ചെയ്യേണ്ടത്. അപ്പോ ഇതിൽ ഏത് വാല്യൂ ആണോ, ഇനി ബിയും ഡി ആണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ എയും ഡി ആണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ബി എന്ന് പറഞ്ഞ മാറ്റിയിട്ട് ഇവിടെ ഡി ആക്കിയാൽ മതി. ബി മാറ്റിയിട്ട് നമ്മൾ പാരാമീറ്റർ ബി ആക്കാം. ഒപ്പം അതേപോലെ തന്നെ ഇവിടെയും അതേപോലെ തന്നെ പാരാമീറ്റർ റിസീവ് ചെയ്യുന്ന പാരാമീറ്റർ ഡി കൊടുക്കുക, ഇവിടെ റിസീവ് ചെയ്യുന്ന പാരാമീറ്റർ ഡി കൊടുക്കുക. അപ്പൊ എന്ത് സംഭവിക്കാം, വീണ്ടും നമുക്ക് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കിയാക്കാം. ഫസ്റ്റ് നമ്പർ 10, സെക്കൻഡ് നമ്പർ 20, തേർഡ് നമ്പർ 30. അപ്പൊ എന്ത് സംഭവിച്ചു കൊണ്ടോ, നമ്മളിവിടെ പാരാമീറ്റർ പാസ് ചെയ്ത് എയും ഡി ആണ്, ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറാണ് പാസ് ചെയ്തത്. അതുകൊണ്ട് 10 + 30 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ ശരിക്കും 40 ആണ് വരേണ്ടത്. അത് ഒന്ന് ഞാൻ നോക്കി നോക്കട്ടെ കേട്ടോ. അത് ഇവിടെ എന്താണ് കിടക്കുന്നത്, നമ്മൾ സി ഈക്വൽ ടു എ പ്ലസ് ബി ആണ് ചെയ്തിട്ടുള്ളത്. എ പ്ലസ് ബി അല്ല വേണ്ടത്, ഏതാ എ പ്ലസ് ഡി. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയാലും എ ഇൻറ്റു ഡി. ഓക്കെ, ഇനി ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്പർ 10, സെക്കൻഡ് നമ്പർ 20, തേർഡ് നമ്പർ 30.
അപ്പൊ അത് നോക്കാൻ പറ്റുന്നത് ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂടി 10 + 30 40, 10 × 30 300. ഇങ്ങനെയാണ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുക. ഓക്കെ, താങ്ക് യു.